ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയും. കോടതിയിൽ ഇന്ന് പ്രതിഭാഗം വളരെ കാര്യമായി ശ്രമിച്ചത് ഇരുവരും സുഹൃത്തുക്കളായിരുന്നു. വളരെ നിരുപദ്രവകരമായ ഒരു പരാമർശം, അതും മഹാഭാരതത്തിലെ കഥയെക്കുറിച്ചുള്ള ഒരു പരാമർശം മാത്രമാണ് ആ വേദിയിൽ നടത്തിയത്. അതിനുശേഷവും അവർ സുഹൃത്തുക്കളായി തുടർന്നു. ഫേസ്ബുക്ക് പേജിൽ, ഹണി റോസിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇപ്പോഴും ആ വീഡിയോ ഉണ്ട് എന്നതൊക്കെ കാണിച്ച് ഇത് വളരെ ലാഘവത്തോടെ കാണണം എന്ന തരത്തിലാണ് കോടതിക്ക് മുന്നിൽ പ്രതിഭാഗം വാദങ്ങൾ ഉന്നയിച്ചത്. അതേസമയം പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഉയർത്തിക്കാട്ടിയ പ്രധാന കാര്യം, ഇത് ഒരിക്കലല്ല തുടർച്ചയായി വീണ്ടും ഇത് ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരുന്നു. സമൂഹത്തിൽ ഉന്നത സ്വാധീനമുള്ള ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരാൾക്ക് ജാമ്യം നൽകിയാൽ അത് തെറ്റായ സന്ദേശമായിരിക്കും നൽകുക. ഇത്തരത്തിൽ ആവർത്തിച്ച് കുറ്റം ചെയ്യുന്ന ഒരാളെ ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ മറുവാദം. ഈ പരിപാടിയുടെ വീഡിയോ ദൃശ്യങ്ങൾ കോടതിക്ക് മുന്നിൽ പ്രദർശിപ്പിക്കട്ടെ എന്നൊരാവശ്യം പ്രതിഭാഗം ചോദിച്ചു. പക്ഷെ പ്രോസിക്യൂഷൻ അത് നിഷേധിച്ചു. അത് കാണേണ്ട കാര്യമില്ല എന്ന നിലപാടാണ് മജിസ്ട്രേറ്റ് സ്വീകരിച്ചത്. ആ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് അവിടെ യാതൊന്നും പ്രശ്നമുള്ള ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് സമർത്ഥിക്കാനാണെന്ന് തോന്നുന്നു പ്രതിഭാഗം ശ്രമിച്ചത്. പക്ഷേ എന്തായാലും മജിസ്ട്രേറ്റ് ആ ദൃശ്യങ്ങൾ കാണേണ്ട എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ബോബി കോടതിയിൽ ആവർത്തിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഇന്നത്തെയും ഇന്നലത്തെയും ഒക്കെ ശരീരഭാഷ കാണുമ്പോൾ വിരോചിതമായ എന്തോ കാര്യത്തിന് ജയിലിൽ പോകുന്നതിന് സമാനമാണ് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെയും ഒക്കെ ദൃശ്യങ്ങളിലെ പെരുമാറ്റം. അല്പസമയത്തിനകം തന്നെ ഈ ജാമ്യാപേക്ഷയിൽ വിധി പറയും. ഏതെങ്കിലും കാരണവശാൽ ഡാനി ഇവിടെ ജാമ്യം കിട്ടിയില്ലെങ്കിൽ ബി രാമൻപിള്ളയാണ് പ്രതിഭാഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത നീക്കം എന്തായിരിക്കും? ഇന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളമുണ്ട്? മുഴുവൻ സാധ്യതയുമുണ്ട്. കാരണം അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരുപക്ഷെ ഇതിന് ശേഷം പ്ലാൻ ബി തന്നെ ആയിരിക്കാം ഏറ്റവും ആദ്യം ആക്റ്റീവായതെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇവിടെ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായാൽ ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുക എന്ന് തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. കാരണം അതിൽ ഏറ്റവും അടുത്ത ചടുലമായ നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. വളരെ ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള അഭിഭാഷകർ തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന് ഒപ്പമുള്ളത്. അതുകൊണ്ട് വളരെ വൈകാതെ തന്നെ അത്തരം നീക്കങ്ങളിലേക്ക് കടക്കാൻ എല്ലാം തന്നെ അവർ മുഴുവൻ സജ്ജമായിട്ട് തന്നെയാണ് അവർ ഇരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു നീക്കം ഉടൻ തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്ന് ഇവിടെ ജാമ്യഹർജി തള്ളുകയാണെങ്കിൽ ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാം. പക്ഷെ അത് വരുന്ന ദിവസങ്ങളിലായിരിക്കാം പരിഗണനയിലേക്ക് വരുന്ന എങ്കിൽ പോലും അത് ജയിലിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും എല്ലാം തന്നെ അത്തരം കാര്യങ്ങളിൽ നിലവിലുണ്ട് എന്ന് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒരു ദൈർഘ്യമോ കാര്യമോ എല്ലാം തന്നെ പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അത്തരമൊരു നീക്കങ്ങളെല്ലാം തന്നെ നടത്തുന്നത്. അതിൽ ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കപ്പെടുന്നത്. നേരത്തെ ഉണ്ടായിരുന്നത് ഇതിൽ മുൻകൂർ ജാമ്യം തേടാനുള്ളൊരു ശ്രമങ്ങൾ തന്നെയായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. മുൻകൂർ ജാമ്യം നേടിയ ശേഷം തിരികെ എത്തുക എന്നതായിരുന്നു, സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നതിന് ശേഷം തിരികെ വരിക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു നിലകൊണ്ടിരുന്നത്. എന്നാൽ അക്കാര്യങ്ങളിൽ വളരെ പോലീസ് സത്വരമായി ഇടപെട്ടുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്ക് ആ പ്ലാൻ പൊളിക്കുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ഉള്ളത് ജയിലിൽ ഇന്നലെ ഇവിടെ സെൻട്രൽ സ്റ്റേഷൻ്റെ പോലീസ് സെല്ലിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഇന്ന് റിമാൻഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ ജില്ലാ ജയിലിലോ ഇവിടെ മറ്റ് ജയിലിലോ ആണ് ഇനി പോകേണ്ടത്. ജില്ലാ ജയിലിൽ അല്ലെങ്കിൽ സബ് ജയിലിലാണ് പോകേണ്ടത്. അത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇന്ന് തന്നെ ജാമ്യത്തിനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയിരുന്നത്. അത് എത്രത്തോളം എന്നത്, ആ ശ്രമങ്ങൾ എത്രത്തോളം എന്നത് അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഏതായാലും കോടതിയുടെ ഒരു നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. അങ്ങനെ കോടതി അതിൻ്റെ ഒരു പ്രൊസീഡിങ്സിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് ഈ കേസ് എടുക്കുമോ എന്നതും വ്യക്തമല്ല. അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ബി രാമൻപിള്ള നേരത്തെ ഈ വാദങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരികെ മടങ്ങുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വിധി പ്രസ്താവം മാത്രമായിരിക്കാം ഇക്കാര്യത്തിൽ ഉണ്ടാകുക എന്നാണ് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. നേരത്തെ അദ്ദേഹത്തോട് ഇതിൻ്റെ ഒരു പ്രതികരണം ആരാഞ്ഞപ്പോൾ കോടതി വിധി പറയുന്നത് കോടതി പറയട്ടെ അക്കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നടന്നു നീങ്ങിയത്. അല്പസമയത്തിനകം തന്നെ അതിൻ്റെ ഒരു കാര്യങ്ങളിലേക്കെല്ലാം തന്നെ കോടതി കടക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ നടപടിക്രമങ്ങളുടെ ഒരു തുടർച്ച ഇന്ന് ഒരു
പകലിരവിലേക്ക് അടുക്കുമ്പോൾ പോലും അത് അവസാനിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു സത്യം. ഇന്നലെ കസ്റ്റഡിയിലെടുത്തത് മുതൽ പിന്നീട് എറണാകുളത്തേക്ക് സെൻട്രൽ സ്റ്റേഷനിലേക്ക് ഇവിടേക്ക് എത്തിക്കുന്നു, രാത്രിയോടുകൂടി എത്തിക്കുന്നു. അതിനുശേഷം പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. രാത്രി ഇവിടെ വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുന്നു. ഇന്ന് പുലർച്ചെ തന്നെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് വൈദ്യപരിശോധന പൂർത്തിയാക്കുകയും ഇന്ന് 12:00 ഇവിടെ കോടതിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. പിന്നീട് സുദീർഘമായ ഒരു വാദപ്രതിവാദങ്ങളാണ് ഇത് സംബന്ധിയായ കാര്യങ്ങൾ നടന്നത്. ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഈ ബോബി ചെമ്മണ്ണൂർ ആവർത്തിക്കുകയും ചെയ്യുന്നത്. ഒപ്പം ഇതിൽ ഈ ദിവസം ഇപ്പോൾ ഈ 2-3 തവണയായിട്ട് കോടതിക്കപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് എല്ലാം തന്നെ എത്തുമ്പോഴെല്ലാം ഒരു അനുചര വൃന്ദത്തെ എല്ലാം തന്നെ അഭിസംബോധന ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. താൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയുന്നു. ഒരു കുറ്റവും ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുറ്റബോധവുമില്ല എന്ന് തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങളിൽ എന്തെല്ലാമാണ് കോടതി കേട്ടത്, കോടതിക്ക് ഈ 2 പേരുടെയും വാദങ്ങളിൽ നിന്ന് ഏത് രീതിയിലേക്കുള്ളൊരു തീരുമാനങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നതെല്ലാം തന്നെ വൈകാതെ തന്നെ ഇതിൽ നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നു. അല്പസമയത്തിനകം കോടതി ഈ കേസ് ഇവിടെ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിലേക്ക് കടക്കും. അതിൽ ആദ്യ കേസായി ഇത് പരിഗണിക്കുമോ എന്നതെല്ലാമാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ളൊരു ശ്രദ്ധ നേടിയ ഒരു കേസായിട്ട് തന്നെ മാറുന്നുണ്ട് ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് തന്നെ. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി സോഷ്യൽ മീഡിയകളിൽ തന്നെ സജീവമായിട്ട് തുടരുന്ന 2 പേരായിരുന്നു ഇരുവരും. ഇതിൽ പിന്നീട് പരാതിയുമായിട്ട് വന്നതോടുകൂടി അത് പല രീതിയിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നു. ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു വാദം തന്നെയും നടി അവരുടെ സിനിമാ പ്രൊമോഷന് വേണ്ടി ഇത് ഉപയോഗപ്പെടുത്തുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അത് ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ തന്നെ അതിലൊരു പ്രതികരണമുണ്ടായത്. അദ്ദേഹം അത് തള്ളിക്കൊണ്ട് തന്നെയാണ്. കാരണം അതുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യങ്ങളൊന്നുമല്ല, കഴിഞ്ഞ കുറേ നാളുകളായി അവർക്ക് ഉപദ്രവം നേരിടുന്നു എന്നതാണ്. അത് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ തന്നെ അത് ബോധ്യമാവുകയും ചെയ്യുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ തെളിവുകൾ പൂർണ്ണമായും തന്നെയും ഡിജിറ്റൽ തെളിവുകളെ ആശ്രയിച്ച് തന്നെ മുന്നോട്ട് നീങ്ങിയ ഒരു കേസ് തന്നെയാണ് ഇതെന്ന് പറയേണ്ടി വരും. പ്രതിഭാഗവും അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഡിജിറ്റൽ തെളിവുകളെ അത് മാത്രം അവലംബിക്കുന്ന ഒരു കേസായിട്ട് തന്നെയാണ് ഇതുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്തത് ഈ ദൃശ്യങ്ങൾ പരിശോധിക്കണം. ഒരു പരിപാടിയെക്കുറിച്ച് പറഞ്ഞ് അവിടെ നിന്ന് ഉടലെടുത്ത ഈ വിഷയങ്ങളാണെങ്കിൽ എന്തുകൊണ്ട് ആ പരിപാടിയിൽക്കിടെ സംഭവിച്ചത് എന്ത് എന്നത് പരിശോധിക്കാൻ തയ്യാറാകുന്നില്ല എന്നൊരു ചോദ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അതായാലും അത് കോടതി നിരാകരിച്ചു എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അന്വേഷണ സംഘം രൂപീകരിക്കുകയും അവർ വളരെ വേഗം ഈ കാര്യങ്ങളിൽ തെളിവ് ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും എല്ലാം തന്നെ ചെയ്തു. അതിൽ ഏറ്റവും അപ്രതീക്ഷിതമായൊരു നീക്കം എന്ന് പറയുന്നത് നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നടന്നത് തന്നെയാണ്. കാരണം അതാരും തന്നെയും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് തന്നെയാണ്. ഒരുപക്ഷെ മാധ്യമങ്ങളുടെ കണ്ണുപോലും അത് വെട്ടിക്കുകയുണ്ടായി. കാരണം അവരുടെ ഫ്ലാറ്റിന് മുന്നിലേക്ക് അന്വേഷണ സംഘം എത്തുകയും അവരെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യാൻ എത്തുമെന്ന് തന്നെയാണ് കരുതിയത്. പക്ഷേ അവരെ എല്ലാം തന്നെ കണ്ണുവെട്ടിച്ച് തന്നെയാണ് ഇവിടെ കോടതിയിലേക്ക് എത്തുകയും ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ടു നിന്നു ആ രഹസ്യമൊഴിയെടുപ്പ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെ പറഞ്ഞ പരാതിക്കപ്പുറം അതിൽ കാതലായ കാര്യങ്ങളുണ്ട് എന്ന് തന്നെ വിശ്വസിക്കപ്പെടുന്നു. കാരണം ഈ പരാതിക്ക് അപ്പുറത്തേക്ക് കഴിഞ്ഞ 2 മണിക്കൂറിനുള്ളിൽ അവർ എന്ത് പരാതിയുടെ കാര്യങ്ങൾ മജിസ്ട്രേറ്റ് എന്ത് വിശദാംശങ്ങൾ അത്തരം കാര്യങ്ങളിൽ ചോദിച്ചറിഞ്ഞു, അവർക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നത് അടക്കമുള്ളതാണ്. അത് ഈ പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടായി. അവർ പലപ്പോഴും പറയുന്നത് ഇത് ആസൂത്രിതമായി കഴിഞ്ഞ കുറേയധികം നാളുകളായി തൻ്റെ പിറകെ നടക്കുന്നു എന്നതാണ്. എങ്കിൽ അവർക്ക് അത്തരം കാര്യങ്ങളിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത്, ഈ പരാതിക്കപ്പുറം എന്ത് ഇനി പറയാനുണ്ട് എന്നതെല്ലാം തന്നെയാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. പരാതിയുടെ വിശദാംശങ്ങൾ അത് രഹസ്യമൊഴി ആയതുകൊണ്ട് തന്നെ ലഭ്യമാകില്ല. എങ്കിലും അന്വേഷണ സംഘത്തിന് അത് ലഭ്യമാകും. അവർ അതിനുവേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കുകയും അവർക്കത് ലഭ്യമാകുകയും ചെയ്യും. കാരണം അത് കേസിൻ്റെ തുടർ നടപടികൾക്ക് ആവശ്യമാണ്. അതനുസരിച്ച് കൊണ്ട് തന്നെയായിരിക്കും ഈ കേസിൻ്റെ മറ്റ് വകുപ്പുകൾ കൂട്ടിച്ചേർക്കുക എന്നതടക്കം. അത്തരം ഓൾട്ടർ നടക്കണമെങ്കിൽ ഈ പരാതി അടക്കം അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ അന്വേഷണ സംഘം കാണുന്നത് കൂടുതൽ വകുപ്പുകൾ ചേർക്കും എന്ന് തന്നെയാണ്. അത് പ്രതിഭാഗത്തിനും നല്ല ബോധ്യമുണ്ട്. കൂടുതൽ വകുപ്പുകൾ ചേർത്തുകൊണ്ട് കർശനമായ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ്
അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് എന്ന രീതിയിൽ തന്നെയാണ് അവർ കാര്യങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ജാമ്യ ഹർജിയുമായി മുന്നോട്ട് വരുന്നതും അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്യുന്നത്. അതിനാണ് ആ ശ്രമങ്ങൾ എത്ര കണ്ട് വിജയിച്ചു എന്നതാണ് ശ്രീജ നമുക്കിനി പരിശോധിക്കേണ്ടത്. കോടതി കേസ് പരിഗണിക്കുമ്പോൾ ഏത് വാദങ്ങൾ മുഖവിലേക്ക് എടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതിൽ ഈ അന്വേഷണ സംഘം ഇതുവരെ സമാഹരിച്ച തെളിവുകളുടെ പൂർണ്ണമായ വിവരം, സംക്ഷിപ്തമായ ഒരു രൂപം തന്നെയും കോടതിക്ക് മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. മറിച്ച് ഇവർ പറയുന്നത്, പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത് ഇവർ തമ്മിലുള്ള സൗഹൃദങ്ങളുണ്ടായിരുന്നു, കാര്യങ്ങളുണ്ടായിരുന്നു എന്നതെല്ലാം തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും ഒരു പരാതിക്കാരി മുന്നോട്ട് വരുമ്പോൾ അവർ സധൈര്യം പറയുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം തനിക്ക് അപമാനിക്കപ്പെട്ടു, അതുകൊണ്ട് തന്നെയാണ് താൻ ഈ ഒരു പരാതിയുമായി മുന്നോട്ട് വരുന്നതെന്ന്.